ഓക്കെ, ഗുഡ് മോർണിംഗ്. Good ഡി morning, good എക്സിന്റെ morning. DXന്റെ MHMSന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഉള്ളത് സിറാജുദ്ദീൻ ആണ്. നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും സിറാജിനെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവർക്കും അറിയാം, അദ്ദേഹം എക്സിക്യൂട്ടീവ് ക്രൗൺ ഡയമണ്ട് ആണ്. അതായത് 11 പേര് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ ഡയമണ്ട് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അത്രയും ആൾക്കാർ ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്രൗൺ അംബാസഡർ ആകാനായിട്ട് 9 പേരും കൂടിയാണ് വേണ്ടത്. അപ്പം ഇന്ന് നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇത് കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള എല്ലാവർക്കും പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സിറാജുദ്ദീനെ മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഓക്കെ രാജീവ് സാർ, താങ്ക് യു വെരി മച്ച്. എന്നെ പരിചയപ്പെടുത്തി രാജീവ് ജി. എന്തായാലും ഇതിൽ പുതിയ കുറച്ച് ആൾക്കാരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഞാൻ എന്നെ ഒന്നും കൂടി പരിചയപ്പെടുത്തുകയാണ്. എന്റെ പേര് സിറാജുദ്ദീൻ എന്നാണ്. ഞാൻ എറണാകുളത്ത് കാക്കനാട് ആണ് താമസിക്കുന്നത്. എന്നെ ഇപ്പൊ പരിചയപ്പെടുത്തിയ ആളാണ് എന്നെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്, PR രാജീവ്. ഞങ്ങൾ തമ്മിൽ DXനിലേക്ക് വരുന്നത് ഏകദേശം 15-16 ദിവസം വ്യത്യാസമുള്ളൂ. പക്ഷെ ഇൻകത്തിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമാണ്. എനിവേ, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം 24 വർഷം പിന്നിട്ടു. 25ാമത്തെ വർഷത്തിലാണ് ഇപ്പൊ DXN ഇന്ത്യയിൽ വരുന്നത് 2000-ലാണ്. ആ സമയം മുതൽ ഞങ്ങൾ DXനിലുണ്ട്. അതിനുശേഷം ധാരാളം കമ്പനികൾ, മറ്റേ ആള് പറഞ്ഞതുപോലെ ധാരാളം കമ്പനികളെയും ദീപക് എത്തിയിട്ടുണ്ട്, റിജു എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട്. ഒപ്പം തന്നെ പുതിയ ധാരാളം പേരെയും എനിക്കിപ്പോ അബ്ദുൾ ലത്തീഫിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അബ്ദുൾ ലത്തീഫ് എവിടെയാണ് സ്ഥലം എന്ന് അറിഞ്ഞൂടെ. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഈ മീറ്റിംഗ് അവരൊക്കെ അറ്റൻഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോ ഈ 25 വർഷ കാലത്തിനിടയ്ക്ക് ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിലും പ്രത്യേകിച്ച് കേരളത്തിലെ ഡയറക്ട് സെല്ലിങ്ങില് ധാരാളം അപ്പ് ആൻഡ് ഡൗൺസ് കണ്ട വലിയ കമ്പനികളുടെ വലിയ നേതാക്കളൊക്കെ വീട്ടിൽ വന്ന് ക്ഷണിക്കുകയും അങ്ങനെ പല കമ്പനികളിൽ വന്ന് അവരൊക്കെ പല കമ്പനികളിൽ നിന്ന് മാറി മരിച്ചുപോയ ആളുകളൊക്കെ. ഞാനിപ്പോ ഓർക്കുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ, അതായത് ട്രിവാൻഡ്രത്തുള്ള ഒരു ഷംസുദ്ദീൻ എന്ന് പറഞ്ഞൊരു ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു കമ്പനി RMB എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു. അദ്ദേഹമൊക്കെ എന്റെ വീട്ടിൽ വന്ന് DXനിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വലിയ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണിച്ചുകൊണ്ട്, RMBയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ വലിയ ഇൻകം ഒക്കെ കാണിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഈ പ്രൊഡക്റ്റിന് കിട്ടിയ റിസൾട്ടിന്റെ ബേസിസിലും ഇതിന്റെ ഒരു കമ്പനിയുടെ ഡയറക്ടറിന്റെ ആ മിഷനും ഒക്കെ നമ്മളെ വല്ലാണ്ട് എന്താ പറയാ, വല്ലാണ്ട് ഹടാതെ ആകർഷിച്ചത് കൊണ്ട് തന്നെ നമ്മൾ വേറൊരു കമ്പനിയിലേക്കൊന്നും പോയില്ല. ഇപ്പോ ആ 25 വർഷം പിന്നിടുമ്പോ ആ ഷംസുദ്ദീനൊക്കെ മരിച്ചുപോയി. അദ്ദേഹം RMB എന്ന് പറഞ്ഞ കമ്പനിയെ ഇല്ലാണ്ടായിപ്പോയി. അതിനുശേഷം ആ കമ്പനി വേറെ കമ്പനികളായി മാറി. അതിലുള്ള പല ലീഡേഴ്സും പല കമ്പനികളിലേക്ക് പോയി. ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസും അതുപോലെ പ്രശ്നങ്ങളും, ഹൈ റിച്ചിന്റെ പ്രശ്നങ്ങള്, മറ്റേ പേരുകൾ പറയാൻ പറ്റാത്ത തരത്തിലുള്ള കമ്പനികളുടെ പ്രശ്നങ്ങൾ കണ്ട് ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിൽ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രക്രിയ മൊത്തം നാശപൂശ കോടാലിയാക്കി വെച്ചിരിക്കുന്ന ഒരു സമയത്ത് DXN അതിന്റെ യാത്ര, ആ തോണി ഇപ്പോഴും ഇങ്ങനെ പതുക്കെ അതിന്റെ ദിശയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രധാനമായിട്ടും 4 പോയിന്റ്സ് ആണ്. 4 പോയിന്റ് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അത് നോട്ട് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ഈ അടുത്ത 20-ാം തീയതി ട്രിവാൻഡ്രത്ത് നടക്കുന്ന പ്രോഗ്രാമിലും അതിനുശേഷം പല സ്ഥലത്തും നടക്കുന്ന പ്രോഗ്രാമിലും ഒക്കെ ഈ 4 വിഷയം തന്നെയാണ്. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ 4 വിഷയം തന്നെയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ 4 വിഷയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്കറിയാം ലോകത്ത് സമ്പന്നരാകാൻ പറ്റുന്ന ഒരുപാട് മെക്കാനിസം ഉണ്ട്. അതിൽ ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ NTD ഫുൾ ഫോം ഇതാണ്, ന്യൂ ടെക്നോളജി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എന്റെ കയ്യിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്, ന്യൂ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. ഇല്ലോ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊഫസർ എഴുതിയൊരു പുസ്തകമാണ്. അപ്പൊ അതിലെ അദ്ദേഹം പറയുന്നത് ന്യൂ ടെക്നോളജി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഈ സെഗ്മെന്റിനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിളിക്കുന്ന പേരാണ് NTD, ന്യൂ ടെക്നോളജി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിന് എന്തുകൊണ്ടാണ് ഈ ഒരു സെഗ്മെന്റ്, ഈ ഒരു ഏരിയ ഒരുപാട് സമ്പന്നരെ ക്രിയേറ്റ് ചെയ്യുന്നു? ലോകത്ത് ഒരുപാട് സമ്പന്നർ ഉണ്ടായി വരുന്നതിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നരെ ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസമാണ്, ഒരു സിസ്റ്റമാണ്, ഒരു ടെക്നോളജിയാണ് ഡയറക്ട് സെല്ലിംഗ്. എന്തുകൊണ്ടാണ് അത് എന്നാണ് ഈ 4 പോയിന്റിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട, നിങ്ങൾ നോട്ട് ചെയ്യണ്ടെങ്കിൽ ചെയ്തോളൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് യു ക്യാൻ ഇൻക്രീസ് യുവർ ടൈം ലിവറേജ്.
nowadays, the people totally depends upon the time which they are spent. അവർ എത്ര സമയമാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് ആനുപാതികമായ റിട്ടേൺ ആണ് അവർക്ക് കിട്ടുക. ഇൻസ്റ്റഡ് അല്ലാതെ നിങ്ങളൊരു നല്ല ചിത്രകാരനാണെന്ന് വിചാരിക്കാം, MF ഹുസൈനെ പോലെ. അദ്ദേഹം ഒരു 3 to 4 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പടം വരക്കുകയാണെന്ന് വിചാരിക്കാം. ആ പടത്തിന് കോടികളോ ലക്ഷങ്ങളോ വില വരാം. ബിക്കോസ് ആ ഒരു പർട്ടിക്കുലർ MF ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുള്ള സർഗാത്മകമായ ഒരു കഴിവാണ് ഒരു ചിത്രം വരക്കുക എന്നത്. പക്ഷെ സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള കഴിവില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുക? ഒപ്പം തന്നെ യേശുദാസ് നന്നായി പാടുന്നു, അതെല്ലാം സർഗാത്മകമായ അല്ലെങ്കിൽ ടാലന്റുകളാണ്. നേരെ മറിച്ച് ഡയറക്റ്റ് സെല്ലിംഗ്, ഇപ്പൊ യൂസുഫ് അലി നിങ്ങൾ നോക്കിയാൽ മതി. യൂസുഫ് അലി ഏകദേശം 33,000 ഒരു ഘട്ടത്തിൽ വായിച്ചപ്പോ 33,000 തൊഴിലാളികൾ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ റിലയൻസ്, റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി എടുക്കുന്ന ഒരു സെഗ്മെന്റ് ആണെന്ന് പറയപ്പെടുന്നു, റിലയൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതുപോലെ ഇപ്പൊ ഏതെടുത്ത് നോക്കിയാലും ഒരു കൂട്ടം ആളുകളുടെ പ്രയത്നത്തിന്റെ ഒരു പെർസെന്റേജ് ആണ് അതിന്റെ മുകളിൽ നിൽക്കുന്ന, അതിന് ടോപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ എറണാകുളത്ത് ഓഫീസിൽ ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പം ബഹുമാനപ്പെട്ട മോദി വന്നതുകൊണ്ട് വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച കുറച്ച് പേര് നമ്മൾ റെഗുലറായിട്ട് നടക്കുന്നത് കൊണ്ട് അവിടെ വന്നു. ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നൊക്കെ 2-3 പേര് വന്നതുകൊണ്ട് നമ്മൾ ആ പ്രോഗ്രാം ചെയ്തു. ഹരീഷ് ഒക്കെ വന്നിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ തൊട്ടടുത്തൊരു ഒരു ഈ ഓർണമെന്റ്സ് വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്, ഈ ഇമിറ്റേഷൻ ഓർണമെന്റ്സ്. ഏതാണ്ട് 60ഓളം തൊഴിലാളികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനൊരു 3-4 വർഷം മുമ്പ് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു മാനേജർ വളരെ ഇങ്ങനെ വലിച്ച് കഷ്ടപ്പെട്ട് നടന്നു പോവാണ്. അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ വെരിക്കോസ് എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ട്. പാലക്കാരനാണ്, ഞാൻ കടയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് വയ്യ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ബ്ലഡ് വലിച്ചെടുക്കാനുള്ള സിസ്റ്റോളിക് ഡയസ്റ്റോളിക് പ്രഷറിൽ വരുന്ന വേരിയേഷൻ ആണ്. അത് രാത്രി കാലത്ത് നേരത്തെ ഫുഡ് കഴിച്ചാൽ കുറച്ച് കൺട്രോൾ കിട്ടും. അതുകൊണ്ട് അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണാത്തത് അതുകൊണ്ടാണ്. അങ്ങനെ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും അവിടെ അദ്ദേഹത്തിന്റെ തൊട്ട് പുറകിൽ ഈ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഇടുന്ന പോലെ ഈ 60ഓളം പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ എല്ലാവരും വെളുത്തൊരു ഓവർകോട്ട് ഇട്ടിട്ടാണ് ആ കടയിൽ. അതാണ് അവരുടെ യൂണിഫോം. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത് വളരെ പതുക്കെയാണ്. അപ്പൊ എന്റെ വൈഫ് അവിടെ നിന്ന് 1-2 സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ആ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് പോയി. കമ്മലും അതും ഇതൊക്കെ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ജോലി എന്ന് പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് അദ്ദേഹം അങ്ങോട്ട് മാറിയപ്പം അതിന്റെ പുറകിൽ നിന്ന് 2 പെണ്ണുങ്ങൾ എന്റെ അടുത്തേക്ക് വന്നു ചോദിച്ചു, ഡോക്ടറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല. ഞാൻ ഓർത്ത് ഞാൻ ഇത്ര പതുക്കെ പറഞ്ഞത് ഇവരെങ്ങനെയാണ് ഇത്ര കേൾക്കുന്നെന്ന്. ഇന്ന് ഹരീഷിനോട് പറഞ്ഞപ്പോ, സാറേ പതുക്കെ പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് ഭയങ്കര കേൾവി ശക്തിയാന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും അവർ വിളിച്ചപ്പോ ആ ഒരു ലേഡി 17,000 രൂപ സാലറി വാങ്ങിക്കുന്ന ലേഡിയാണ്. അവര് രാവിലെ 7 മണിക്ക് ആ സ്ഥലത്ത് ജോലിക്ക് വരും, വൈകിട്ട് 7 മണിക്കാണ് പോവുക. ഞായറാഴ്ച, മാസത്തിൽ ഒരു ഞായറാഴ്ച മാത്രമാണ് അവർക്ക് ലീവ് ഉള്ളത്. 10-60 പേര് വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തില് ആ ലേഡിയുടെ കഴുത്തിന്റെ ഇവിടെ ഒരു പാടുണ്ട്. ഇങ്ങനെ ഒരു ഷാൾ ഇട്ടത് അത് മാറ്റി കാണിച്ചു. എന്നിട്ട് ഇതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എന്താണ്? ഞാൻ പറഞ്ഞത് എന്താണ് സോപ്പ് ഉപയോഗിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും അവര് ഒരിക്കലും സൂര്യന്റെ വെട്ടം അവര് ദേഹത്ത് അടിക്കാറില്ല. അവർ രാവിലെ 7 മണിക്കോ ജോലിക്ക് കയറി വൈകുന്നേരം 7 സൂര്യൻ തുടങ്ങുന്നതിന് മുമ്പ് കയറും. സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞ 10-13 കൊല്ലമായിട്ട് അവർ വർക്ക് ചെയ്യുക. 17,000 രൂപ സാലറി ഉണ്ട് അവർക്ക്. ആ സ്ത്രീയുടെ ഒരു മോളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ജോലിയിൽ നല്ലതൊരു സർബത്ത് എവിടെയെങ്കിലും റോഡരികിൽ നിർത്തിയിട്ട് ഒരു സർബത്ത് കച്ചവടം ചെയ്താല് ഇതിലും കൂടുതൽ പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാ, സാറേ ഞാൻ ഈ ജോലി ചേർന്നിട്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ്. അതിന്റെ മന്ത്ലി അടവ് അടഞ്ഞു പോണത് ഈ 17,000 രൂപയെന്നാണെന്ന് കരഞ്ഞുകൊണ്ട് അവരെന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് വല്ലാത്ത എനിക്ക് തോന്നി, പാവം, ഇതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഡയറക്റ്റ് സെല്ലിങ്ങില് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് യു ക്യാൻ ഇൻക്രീസ് യുവർ ടൈം ലിവറേജ് വിത്ത് ക്വാളിറ്റി പ്രൊഡക്റ്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ 8 മണിക്കൂർ, ഞാൻ കണക്ക് ഒന്ന് പറയാം. ഇന്ത്യയില് തൊഴിലെടുക്കുന്ന, അതായത് ഗവൺമെന്റ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും എല്ലാ സെക്ടറിലും വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആവറേജ് ഇൻകം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇന്നത്തെ കണക്കാണ് ഞാൻ പറയുന്നത്, ഒരു 30,000 to 50,000 ആണ് പെർ മന്ത് അവർക്ക് ഇൻകം കിട്ടുന്നത്. അതാണ് ആവറേജ്. ഞാൻ പറയുന്നത് 15,000 17,000 ഒക്കെ വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരു നല്ല സെക്ടർ, ഒരു 30,000 to 50,000 നമുക്ക് കണക്ക് കൂട്ടാം. ആവറേജ് മന്ത്ലി 40,000 രൂപ ഇൻകം ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കൊക്കെ 40,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പിടുത്തവും വലിയും. ഇപ്പം ഒരു പോലീസ് ഓഫീസർ ഇൻകം ഒക്കെ നിങ്ങൾ നെറ്റിൽ പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ആവറേജ് ഈ ഒരു ബ്രാക്കറ്റിനകത്താണ് പെടുക.
അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി ഈ 30,000-ഓ 40,000-ഓ 50,000-ഓ വരുമാനം കിട്ടാൻ ഒരു ദിവസം 8 മണിക്കൂർ ചെലവാക്കുന്നു എന്ന് വിചാരിക്കാം. ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് സെല്ലിങ്ങില് എന്തുകൊണ്ടാണ് സമ്പന്നർ ഇഷ്ടം പോലെ ഉണ്ടാകുന്നതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ലിവറേജ് കൂട്ടാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. യു ക്യാൻ ഇൻക്രീസ് യുവർ ടൈം ലിവറേജ്. അപ്പൊ അതെങ്ങനെ കൂടുന്ന അതിന്റെ ഡിഫറൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ 8 മണിക്കൂർ പണിയെടുക്കുന്നു. അയാൾ ഒരാഴ്ചയിൽ 6 ദിവസം പണിയെടുക്കുമ്പോൾ 192 മണിക്കൂർ പണിയെടുക്കുന്നു. അയാൾ ഒരു വർഷം ഏതാണ്ട് 2304 മണിക്കൂർ പണിയെടുക്കുന്നു. അയാൾ 40 വർഷം കൊണ്ട് 92,160 മണിക്കൂർ പണിയെടുക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ക് കൂട്ടാം. ഒരു ദിവസം 8 മണിക്കൂർ, ആഴ്ചയിലെ 7 ദിവസം കൊണ്ട് 6 ദിവസം, സൺഡേ ഒഴികെ 6 ദിവസം 6 48 മണിക്കൂർ, ഒരു മാസത്തിലെ 4 ആഴ്ച, ഒരു മാസം കൊണ്ട് ഏകദേശം 192 മണിക്കൂർ, ഒരു കൊല്ലം കൊണ്ട് 2304 മണിക്കൂർ. അയാളുടെ ജീവിതകാലം 40 വർഷം പണിയെടുക്കാൻ അയാൾക്ക് പറ്റിയാൽ 55 വയസ്സാണ് റിട്ടയർമെന്റ് പീരീഡ് എങ്കിലും ഞാൻ 60 വയസ്സ് കണക്കൂട്ടി 40 വർഷം പണിയെടുത്താൽ അയാളെ 92,160 മണിക്കൂറാണ് പണിയെടുക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അയാൾക്ക് ഇനി ഒരു മാസം 40,000 രൂപ ആവറേജ് ഇൻകം കിട്ടുകയാണെങ്കിൽ, അതിന്റെ ഇൻക്രിമെന്റ് ഒക്കെ കൂട്ടിയിട്ട് 40,000 രൂപ ഒരു മാസം ആവറേജ് ഇൻകം കിട്ടുകയാണെങ്കിൽ 40 വർഷം കൊണ്ട് അയാൾക്ക് കിട്ടുന്നത് 1,92,00,000 രൂപ. അയാള് ഈ ജോലിയിലുള്ളത് കൊണ്ട് അയാൾക്ക് എക്സ്ട്രാ വേറെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പോകാത്ത ദിവസങ്ങളിൽ അയാൾക്ക് ശമ്പളം കിട്ടത്തില്ല. ഇനി ഗവൺമെന്റ് അനുവദിച്ച അല്ലെങ്കിൽ ഇപ്പൊ സെക്ടർ അനുവദിച്ചിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ അവർ അനുവദിച്ചിട്ടുള്ള ലീവ് അല്ലെങ്കിൽ ഒഴിവ് അതൊക്കെ കിഴിച്ചിട്ടാണ് അയാൾ ആകെ, നിങ്ങൾ നോക്കിക്കോ, 40,000 × 40 വർഷം കണക്ക് കൂട്ടിയാൽ 40,000 രൂപ വെച്ചിട്ട് പെർ മന്ത് 40 വർഷം, ഒരു വർഷം 12 മാസം, ഏതായാലും 400 ചില്ലാനും മാസം അയാൾക്ക് കണക്ക് കൂട്ടിയാൽ 1,92,00,000 രൂപയാണ് ഇൻകം കിട്ടുക. ഇനി അയാൾക്ക് അഡീഷണൽ, ഇനി ഒരു സാധാരണ മനുഷ്യൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള, ഇപ്പൊ ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ പോലത്തെ ഒരാൾ, എനിക്ക് 2 കുട്ടികൾ, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി, ഞാൻ ഒരു റെന്റിലായിരുന്നു താമസിച്ചിരുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇന്നത്തെ എന്റെ ജീവിത നിലവാരം ഏകദേശം വരാൻ പോകുന്നത്, ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ഒരു വീട് വെക്കും. ചിലപ്പോ എന്റെ മകളുടെ കല്യാണത്തിനൊരു പയ്യൻ, എന്റെ സാമ്പത്തികത്തിന് ആനുപാതികമായ ഒരു പയ്യനെ എനിക്ക് കല്യാണം കഴിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കൊരു സ്കൂട്ടറോ ബൈക്കോ ഇനി ഇവൻ ഒരു കാറോ ഒക്കെ മേടിച്ചാൽ ആഗ്രഹം ഉണ്ടെങ്കിലും മേടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കണക്ക് കൂട്ടാം. 40,000 രൂപ വരുമാനം കിട്ടുന്ന ഒരാൾക്ക് എത്ര രൂപ ഇന്നത്തെ ജീവിത കാലത്ത് ഒരു മാസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും? ഇപ്പൊ വരുന്ന ആസ്പത്രി ചെലവുകളും ഇപ്പൊ വരുന്ന ഡ്രസ്സിന്റെ ഒക്കെ വിലകളും ഇപ്പൊ വരുന്ന ഫുഡിന്റെ ഒക്കെ ചാർജും എല്ലാം കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കൊരു 10,000 രൂപ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, മാറ്റിവെക്കാൻ വളരെ കഷ്ടപ്പാടാണ്, പറ്റുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 48 ലക്ഷം രൂപ അയാൾക്ക് ഒരു മാസം, ഒരു 40 കൊല്ലം കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് കണക്കുകൾ പറയുന്നത്. എത്രത്തോളം സേവ് ചെയ്യുന്നുള്ളതെന്ന് നമുക്കറിയത്തില്ല. ഇതാണ് ഒരു സാധാരണ 40,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന 40 കൊല്ലം വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതകാലം കൊണ്ട് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വരുമാനം. ഇനി അഡീഷണൽ വരുമാനം, അതിനാണ് അഡീഷണൽ ചില വരുമാനങ്ങൾ ഉണ്ടാക്കുന്നവര് പിന്നെ ആ ജോലി വിട്ടിട്ട് ഇതിലേക്ക് ഫുൾ ടൈം വരികയാണ് ചെയ്യുക. നമ്മൾ നോക്കാം, ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വരാം. ഡിഫറൻസ് ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ലിവറേജ് കൂട്ടാൻ പറ്റും. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നു, നിങ്ങളുടെ താഴത്തെ ഒരു 6 പേര് വന്നു, അതിന് താഴെ ഒരു 36 പേര് വന്നു, അതിന് താഴെ 256 പേര് വന്നു, ടോട്ടൽ 259 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു. 1, 6, 36, 216. ആദ്യം നിങ്ങൾ വന്നു, നിങ്ങളുടെ താഴെ ഒരു 6 പേര് വന്നു, അതിന് താഴെ 36 പേര് വന്നു, അതിന് താഴെ 216, അങ്ങനെ 259 പേര്. ഓക്കെ 259 പേര് വരുമ്പോ ആ 259 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ 51 പേര്, 50 പേര് നിങ്ങൾ ഉൾപ്പെടെ 51 പേര് എല്ലാ ദിവസവും 1 മണിക്കൂർ DXനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടൈം ലിവറേജിനെ കുറിച്ചിട്ടും അതിലൂടെ വരുന്ന ഇൻകവും ഞാൻ പറയാൻ പോകും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേപ്പറിൽ നോട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ താഴെ 6 പേര്. ഇപ്പോ സിറാജ് DXനില് 2000 ജോയിൻ ചെയ്തപ്പോ സിറാജ് 8 മണിക്കൂർ, ഒരു ദിവസം 1 മണിക്കൂറല്ല ചെലവാക്കിയത്. ഓട്ടോ മറ്റേ എന്റെ ജോലിയുടെ കൂടെ തന്നെ സൈഡിൽ കൂടെ തന്നെ ഞാൻ കിട്ടാവുന്ന ടൈമൊക്കെ ഇത് ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ 8 മണിക്കൂർ ഒരു ദിവസം ചിലപ്പോൾ 10-12 മണിക്കൂർ വർക്ക് ചെയ്യും. ഞാൻ പറയുന്നത് നമ്മുടെ 259 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്നും വെറും 50 പേര് 1 മണിക്കൂർ ഒരു ദിവസം ചെലവാക്കിയാൽ നിങ്ങളുടെ ടൈം ലിവറേജ് എങ്ങനെ വരുമെന്ന് നോക്കാം. ഒരു ദിവസം നിങ്ങൾ ചെലവാക്കുന്നത് 1 മണിക്കൂർ,
അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ടോട്ടൽ ടീം 51 മണിക്കൂർ ചെലവാക്കും. കേട്ടല്ലോ? ശരിയല്ലേ ദീപ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? റൌഫ്, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? 51 പേരാണ്, 51 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വീക്കില് 6 ദിവസമുണ്ട്, 306 മണിക്കൂർ. ഞായറാഴ്ച ചെയ്യുന്നില്ല, ഞായറാഴ്ച ചെയ്യുന്നവരെ നമ്മളെല്ലാരും. എന്നാലും 306 മണിക്കൂർ. ഒരു മാസം 1224 മണിക്കൂർ വരും. ഒരു വർഷം 14,688 മണിക്കൂർ വരും. 40 വർഷം കൊണ്ട് 5,87,520 മണിക്കൂറാണ് അയാൾക്ക് കിട്ടുക. നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 92 മണിക്കൂർ, അതായത് ഒരു 40 വർഷം കൊണ്ട് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈം 92 മണിക്കൂറാണെങ്കിൽ ഇവിടെ 5,87,520 മണിക്കൂറാണ്. 92,160 മണിക്കൂർ ചെലവാക്കുന്ന ഒരാൾക്ക് 1,92,00,000 രൂപ കിട്ടുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ടൈമും കിട്ടിയ ഇൻകം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 208 രൂപയാണ് ഒരു ദിവസം അയാളുടെ വരുമാനം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5,87,000 മണിക്കൂർ മുടക്കുമ്പോൾ 208 രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ നിങ്ങളുടെ ആ ഒരു ചെറിയ കണക്ക് വെച്ച് മാത്രം 12 കോടിക്ക് മേലെ വരുമാനം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇങ്ങനെ ടൈം ലിവറേജ് കൂട്ടുക എന്നുള്ളത് കൊണ്ടാണ് ഈ സെക്ടറിലൂടെ വരുന്ന ആളുകൾ സാമ്പത്തികം ധാരാളമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. വേറൊരു സ്ഥലത്ത് നിങ്ങൾ നോക്കിയ ഒരു പോലീസ് ഓഫീസറാണ്, എക്സ്ട്രാ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു അധ്യാപകനാണ്, എക്സ്ട്രാ പണിയെടുത്ത പൈസ കിട്ടും, എക്സ്ട്രാ വർക്ക് ചെയ്യാനായിട്ട് സാഹചര്യം ഇല്ലാത്ത നിലവിലത്തെ സാഹചര്യം വളരെ മോശം. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ടൈം ലിവറേജ് കൂട്ടാൻ പറ്റുന്ന ഒരു വലിയ സെഗ്മെന്റ് ആണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയാം, റെസിജ്വൽ ഇൻകം. യു ക്യാൻ ക്രിയേറ്റ് റെസിജ്വൽ ഇൻകം ത്രൂ ദിസ് മെക്കാനിസം. ഇതിലൂടെ നിങ്ങൾക്ക് റെസിജ്വൽ ഇൻകം ഉണ്ടാക്കാം. എന്താണ് റെസിജ്വൽ ഇൻകം? നമുക്കറിയാം 3-4 തരത്തിലാണ് റെസിജ്വൽ ഇൻകത്തെ കുറിച്ച് പറയുന്നത്. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ ഈപ്പൻ കോശി എഴുതിയ ഒരു പുസ്തകമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതില് പറയുന്നത് സർവൈവ് കോവിഡ് ബൈ സ്റ്റേയിങ് ആൽക്കലൈൻ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. സർവൈവ് കോവിഡ് ബൈ സ്റ്റേയിങ് ആൽക്കലൈൻ. എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തോടൊപ്പം റൂമിൽ ഒരുമിച്ച് താമസിച്ചു, ഡോക്ടർ ഈപ്പൻ കോശിയോടൊപ്പം താമസിച്ചപ്പോൾ അദ്ദേഹം ഈ പുസ്തകത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു. ഈ പുസ്തകം എഴുതാൻ ഏകദേശം അദ്ദേഹം 1 വർഷത്തിന് മേലെ അദ്ദേഹം പഠിച്ച കുറെ കഥകളും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്. 1 വർഷത്തോളം അദ്ദേഹം ഇതിനു വേണ്ടി ചെലവാക്കിയിട്ട് ഈ ഒരു പുസ്തകം എഴുതാൻ. ഈ പുസ്തകം അദ്ദേഹം എഴുതിയതിന്റെ പേരിൽ ഈ പുസ്തകം എത്ര കാലം കഴിഞ്ഞാലും അദ്ദേഹം ഈ ലോകത്തില്ലെങ്കിലും ഈ പുസ്തകം പ്രിന്റ് ചെയ്യണതിന്റെ ഉള്ള ഒരു റോയൽറ്റി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുത്തേ പറ്റൂ. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ റെസിജ്വൽ ഇൻകം. ഞാൻ പറഞ്ഞ മനസ്സിലായി? നിങ്ങൾ നല്ല MT വാസുദേവൻ നായരുടെയോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഴുത്തുകാരന്റെ പുസ്തകങ്ങൾ റീപ്രിന്റ് ചെയ്യണമെങ്കിൽ ആ കുടുംബത്തിലേക്ക് കൊടുക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേരാണ് റോയൽറ്റി ഇൻകം. ആ റോയൽറ്റി ഇൻകം കിട്ടാൻ അത് ഒരു വലിയ ഇൻകമാണ്, അത് റെസിജ്വൽ ഇൻകമാണ്. രണ്ടാമത്തെ ഒരു റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്, നിങ്ങളൊരു സമ്പന്നനാണ്, നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ടൗണിൽ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അത് നിങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ മാസവും നിങ്ങൾക്ക് വരുമാനം തരുന്നത് അതൊരു റെസിജ്വൽ ഇൻകം ആണ്. മൂന്നാമത്തത്, നിങ്ങൾക്കൊരു നല്ല എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങളൊരു ബാങ്കിൽ നിക്ഷേപിച്ചു, ഒരു 10-50 കോടി രൂപയുണ്ട്, അത് നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചു. എത്രമാത്രം സെക്യൂർഡ് ആണെന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റത്തില്ല, എന്നാലും ആ ബാങ്ക് നിങ്ങൾക്ക് മന്ത്ലി തരുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ റെസിജ്വൽ ഇൻകം. കാരണം നിങ്ങളുടെ പ്രവൃത്തി ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ആ പണം ബാങ്കിലെ കുറെ തൊഴിലാളികൾ ആ പണം ലോൺ കൊടുത്ത് അത് തിരിച്ചടക്കാത്തവന്റെ വീട്ടിൽ ചെന്ന് ഒച്ചയുണ്ടാക്കി മേടിച്ച് നിങ്ങൾക്ക് പക്ഷെ ഒരു സർട്ടൻ പെർസെന്റേജ് എമൗണ്ട് മന്ത്ലി തന്നുകൊണ്ടിരിക്കും. അതൊരു റെസിജ്വൽ ഇൻകം ആണ്. ഇവിടെ ഡയറക്റ്റ് സെല്ലിങ്ങില് ഇപ്പൊ ഞാൻ 20 വർഷം അല്ലെങ്കിൽ 25 വർഷം മുമ്പ് DXNൽ വരുമ്പോൾ ഞാൻ എറണാകുളത്തുള്ള കാക്കനാട് എന്ന സ്ഥലത്ത് മാത്രം അറിയുന്ന അവിടെ ഉള്ള ആളുകളുമായി ബന്ധമുള്ള ഒരാളാണ്. ഞാൻ DXN പറയാൻ തുടങ്ങിയപ്പോൾ അതിങ്ങനെ സ്പ്രെഡായി ഇന്ന് 114 രാജ്യത്ത് എനിക്ക് ടീമുണ്ട്. ഞാൻ ഡയറക്റ്റ് പോയതൊന്നുമല്ല, ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഈ 114 രാജ്യത്തും DXNന്റെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ അതിന്റെ ഒരു ചെറിയ പെർസെന്റേജ് എനിക്ക് റെസിജ്വൽ ഇൻകം ആയിട്ട് എല്ലാ മാസവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമ്പനി സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഞാൻ ആൾക്കാരോട് ഈ 114 രാജ്യത്തും പോയി ആൾക്കാരോട് ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ പറയാറുണ്ട്. ഇപ്പൊ നാളെ നമ്മുടെ ടീമിൽ തന്നെയുള്ള, നാളെയാണോ മറ്റന്നാളാണോ, ഒരു സാറ് അദ്ദേഹം UK-ക്കും അമേരിക്കയ്ക്കുമാണ് എവിടേക്കോ പോവാണ്, പുറത്തു പോവാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണലി യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റും
അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റും അദ്ദേഹത്തിന്റെ 2 മക്കൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ഇപ്പൊ നാളെ എന്നോട് പറഞ്ഞത് ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് നാളെ വാങ്ങിക്കുക. അതായത് യു കെ പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പൊ പുള്ളി വാങ്ങിച്ചിട്ട് പോവാ. ആ പ്രൊഡക്റ്റ് നല്ലതായത് കൊണ്ടാണ് ആ മനുഷ്യൻ വാങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അതിലൂടെ ആ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾക്ക് പ്രൊഡക്റ്റ് നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ പലരോട് പറഞ്ഞ് അവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അത്യാവശ്യം സമ്പന്നനാണ്. പക്ഷെ ഈ പ്രൊഡക്റ്റ് നല്ലതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ആളുകളെല്ലാം മേടിക്കുന്നത് കൊണ്ട് അതിന്റെ ഇൻകം പല തട്ടായി പല ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ഒരു റെസിജ്വൽ ഇൻകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ഈ റെസിജ്വൽ ഇൻകത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റതുപോലെ തന്നെ നിങ്ങൾ ജീവിച്ചിരുന്നാലും നിങ്ങൾ ജീവിച്ചിരുന്നില്ലെങ്കിലും, നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പൊ ഞാൻ 114 കൺട്രിയിൽ ഇൻകം കിട്ടുന്ന ഞാൻ ഇല്ലെങ്കിലും ഈ സിസ്റ്റം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഞാൻ 1000 പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ 3000 പോയിന്റ് വാല്യൂ ചെയ്താൽ എല്ലാ മാസവും എന്റെ അക്കൗണ്ടിൽ ആ ഇൻകം വന്നുകൊണ്ടിരിക്കും. അത് ഒരു ജോലിക്കാരനാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഇല്ല. നിങ്ങളൊരു ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇല്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കോർട്ടിൽ പോയിട്ട് കോർട്ട് ഇട്ടുകൊണ്ട് യുവർ ഓണർ എന്ന് പറയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വരുമാനം നിന്നു പോകും. നിങ്ങൾ എത്ര ബ്രെയിനിയാണെന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ച് പറഞ്ഞു വിട്ടാൽ മാത്രമാണ് കിട്ടുക. പക്ഷെ നിങ്ങൾ ഏബിൾ അല്ലെങ്കിൽ, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻകം നിന്നു പോകും. അതാണ് അവിടുത്തെ പ്രശ്നം. ഒരു പോലീസ് ഓഫീസറാണ്, നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ജോലി തീർന്നു. നിങ്ങളൊരു ഡ്രൈവറാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഹരിദാസ്, അദ്ദേഹം ഗുരുവായൂര് ഹരിപ്പാട് സൂപ്പർ ഫാസ്റ്റിന്റെ ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയി ഇല്ലേ? ദീപ ട്രിവാൻഡ്രത്ത് വന്നു. അദ്ദേഹം കണ്ണിന്റെ കാഴ്ച പോയി സൂപ്പർ ഫാസ്റ്റ് എങ്ങനെ ഓടിക്കും? ആ കുടുംബം 2 കൊല്ലത്തോളം പട്ടിണിയിലായി. അപ്പോ ഇവിടെ അങ്ങനെയല്ല. ഒരു റെസിജ്വൽ ഇൻകം വൺസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ കൺസംഷൻ പാറ്റേൺ കറക്റ്റ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് എന്നും ഒരു ഇൻകം കിട്ടാം. അത് 2ാമത്തെ പോയിന്റ് ആണ്, റെസിജ്വൽ ഇൻകം. ദെൻ 3ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് യു ക്യാൻ യൂസ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഇതാണ് വലിയൊരു പ്രത്യേകത. ആസ് എ കൺസ്യൂമർ റൈറ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം എന്നുള്ളത്. അതൊരു കൺസ്യൂമറിന്റെ അവകാശമാണ്. നിങ്ങൾ ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ഒരു വാക്കുകൾ, കൺസ്യൂമർ ഇസ് ദ കിങ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ കൺസ്യൂമറെ രാജാവായിട്ട് കാണുന്നു. കൺസ്യൂമറാണ് രാജാവ്. പക്ഷെ പലപ്പോഴും കൺസ്യൂമറെ രാജാവാകുന്നതിന് പകരം കൺസ്യൂമറെ പറ്റിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഒരു പ്രാവശ്യം മലേഷ്യയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു പുസ്തകം വാങ്ങിച്ചപ്പോൾ ഒരു മീറ്റിംഗിൽ ഞാൻ കാണിച്ചിരുന്നു. നമ്മളെ കൺസ്യൂമർ എന്ന നിലയ്ക്ക് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ. ഇപ്പൊ തന്നെ നിങ്ങൾ പുതിയ ഒരാളോട് ചോദിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് സോപ്പ് എന്താണെന്ന് പോലും നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ല. ഒരു സാധനം സോപ്പ് ആണ് എന്ന വ്യാജേനയാണ് നമ്മൾ സോപ്പ് വാങ്ങിക്കുന്നത്. പല വലിയ പേരുള്ള പല സാധനങ്ങളും സോപ്പല്ല. കെമിക്കൽ കേക്കുകളും അതിന്റെ അടിയിൽ ബാത്തിങ് ബാറുകളും ഒക്കെയാണ്. അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ബാത്തിങ് ബാർ ഫോർ ഫിലിം സ്റ്റാർസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു കെമിക്കൽ കേക്ക് മാർക്കറ്റിലും. പക്ഷെ കടയെടുത്ത് നമ്മൾ പോയി ചോദിക്കുന്നത് ഒരു സോപ്പ് തരാനാ പറയുന്നത്. ഇന്ന പേരും കൂടെ പറയും. അപ്പോ നമ്മുടെ ആളുകൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു ഏരിയയാണ്. അവർ ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റും അവരുടെ ശരീരത്തിന് ദൂഷ്യം ചെയ്യുന്നതാണെന്നുള്ള ബോധ്യപ്പെടുത്തലാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ. അങ്ങനെ വരുമ്പോ നമുക്ക് ഓരോരുത്തർക്കും ജെനുവിൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഡയറക്റ്റ് സെല്ലിങ്ങിലും ജെനുവിൻ അല്ലാത്ത പ്രൊഡക്റ്റ് വരാറുണ്ട്. വന്നാൽ കൺസ്യൂമർ എല്ലാവരും കണക്റ്റഡ് ആയതുകൊണ്ട് കൺസ്യൂമർ ബഹളം ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഇപ്പോ നമ്മളിപ്പോ DXNലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ DXNൽ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു, അത് മോശമായി. ഇപ്പൊ ദീപ മേടിച്ച ഒരു പ്രൊഡക്റ്റ് മോശമാണെന്ന് വിചാരിക്കാം. നാച്ചുറലി ദീപ ആരോട് പറയും? ദീപയുടെ സീനിയറോട് പറയും, അല്ലെ റിജോയുടെ സീനിയറോട് പറയും. റിജോ സീനിയറോട് പറയുമ്പോൾ സീനിയർക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം ഈ പ്രൊഡക്റ്റ് റിജോ കൊടുക്കാൻ പോകുന്നത് ആർക്കാ? റിജോയുടെ സുഹൃത്തുക്കൾക്കാണ്. റിജോയും ആ സുഹൃത്തും തമ്മിലുള്ള ബന്ധമാണ് ഈ ബിസിനസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. റിജോ കൊടുക്കുന്നത് DXN കമ്പനി ഡോക്ടർ ലിമ്മിനെ കണ്ടിട്ടല്ല റിജോയുടെ ഫ്രണ്ട് റിജോയുടെ അടുത്ത് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ദീപയുടെ അടുത്ത് വാങ്ങിക്കുന്നത്. ദീപ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു കൊടുത്തതിന് വില. അപ്പൊ കൊടുത്ത പ്രൊഡക്റ്റ് നല്ലതല്ലെങ്കിൽ അയാൾ ദീപയോട് പറയും ഈ പ്രൊഡക്റ്റ് നല്ലതല്ല. അങ്ങനെ 10ഓ 20ഓ പേര് ദീപയോട് പറയണം ഈ പ്രൊഡക്റ്റ് നല്ലതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ദീപക്ക് ഈ കമ്പനിയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. റിജോയ്ക്ക് പറ്റത്തില്ല, സിറാജിന് പറ്റത്തില്ല. അപ്പോ ഈ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ മാത്രം കഴിച്ചിട്ടും ഉപയോഗിച്ചിട്ടും അത് യൂസ് ചെയ്തിട്ട് അവർക്ക് ബെനിഫിറ്റ് കിട്ടിയാൽ മാത്രമാണ് ഈ ചക്രം കറങ്ങാൻ തുടങ്ങുള്ളൂ. ഇവിടെ മരിച്ചുപോയ ഇന്നസെന്റ് വന്നിട്ട് ഈ അരിയാണ് ഉപയോഗിക്കുന്നത് പറയുന്ന പോലെ ആരും പറയുന്നില്ല. ഇവിടെ പരസ്യമേ ഇല്ല. ഇവിടെ പരസ്യം എന്ന് പറയുന്നതിന്റെ ക്വാളിറ്റിയിൽ അധിഷ്ഠിതമായ ഈ ചക്രമാണ്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ്. ഇത് ഉപയോഗിച്ച അനുഭവങ്ങൾ കിട്ടി വേറൊരാളോട് പറയുമ്പോൾ അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ, അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവമാണ് നമ്മളിവിടെ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ
ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടെ ഇതിലൂടെ കിട്ടും. ഇതാണ് പോയിന്റ് നമ്പർ 3. 4ാമത്തെ പോയിന്റ്, യു ക്യാൻ ഹെൽപ്പ് ലോട്ട് ഓഫ് പീപ്പിൾ ത്രൂ ടോക്കിംഗ് അബൌട്ട് ദ മാർക്കറ്റിംഗ് പ്ലാൻ, അല്ലെങ്കിൽ ഈ ബിസിനസ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ തിരിച്ചൊന്ന് പറയാണ്, എന്റെ അടുത്ത്, ഞാനൊരു 10-600 രൂപ വാടകയ്ക്ക് താമസിക്കുന്ന 2000-ല് എന്റെ അടുത്ത് രാജീവ് എന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളോട് ക്ലാസ് എടുക്കാനുള്ള എബിലിറ്റി പോലും ഉണ്ടാവില്ല. രാജീവ് എന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ഒറ്റ ഒരു വാക്കുകൊണ്ടാണ് ഞാൻ എന്റെ ജീവിതം മാറ്റിയത്. എന്നാൽ രാജീവ് എന്ന് പറയുന്ന സുഹൃത്ത് എന്നോട് പറയുമ്പോ അത് പൂർണ്ണമായും അദ്ദേഹം പറയുന്നത് ഉൾക്കൊള്ളാൻ എനിക്ക് ആയതിന്റെ പേരിലാണല്ലോ ഞാൻ ഇതിലേക്ക് വന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 10-35 രാജ്യത്ത് ഇപ്പൊ പോയി. ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തു. ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാം ആളുകൾക്ക് കൊടുത്തു. ഇതുപോലെയുള്ള ട്രെയിനിങ്ങിലൂടെ ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് കോഴ്സുകളും സൈഡ് ടൈം ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സിന്റെ ഈ പുസ്തകം ഇതാണ്. നിങ്ങൾക്ക് വായിക്കാൻ ഒരു എന്താണ്, ന്യൂട്രാസ്യൂട്ടിക്കൽ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ഞാനിപ്പോ അതിന് ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മുടെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത ആളാണ് ബിനിഷേട്ടൻ. ബിനിഷേട്ടൻ എന്ത് ചെയ്തു, ഈ കൊറോണ വന്നപ്പം അദ്ദേഹം സൈഡിൽ എന്ത് ചെയ്തു, LLB എടുത്തു. അദ്ദേഹം അഡ്വക്കേറ്റ് ആയി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാനും ധാരാളം സമയമുണ്ട്, ഇഷ്ടംപോലെ വായിക്കുന്നുണ്ട്. അതങ്ങനെ വായിച്ചിട്ട് ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഒരു ഡയറ്റീഷ്യൻ എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ പഠിച്ചാൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അപ്പൊ എന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, രാജീവ് എന്ന് പറഞ്ഞ ഒരാൾ ഇത് പറഞ്ഞു തന്നപ്പോ ഞാൻ ഇത് ശരിക്കും മനസ്സിലാക്കി. എന്റെ ഫാദറിനും എന്റെ മറ്റുള്ള ആളുകൾക്കും കിട്ടിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ കൂടുതൽ ഇത് പഠിക്കാൻ ശ്രമിച്ചപ്പോ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ ഞെട്ടിപ്പോകുന്ന ആളുകളെല്ലാം, ഞാൻ സ്വപ്നം കണ്ട ജോലികളെല്ലാം ഉള്ളവരൊക്കെ ഇതിലേക്ക് വരുന്നു. ഇപ്പൊ ഡോക്ടർ രഞ്ജനോ, ഡോക്ടർ ഈപ്പൻ കോശിയോ, ഡോക്ടർ അസ്മ മുനീറോ. എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്നാള് തിരൂരിന്ന് പ്രോഗ്രാമിൽ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നാസർ എന്ന് പറഞ്ഞിട്ടുള്ള മലപ്പുറത്ത് നിന്ന് ഒരാള് എന്നെ വിളിച്ചു. ഇൻഫെർട്ടിലിറ്റി, കുട്ടികളില്ലായ്മയ്ക്ക് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? അതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഞാൻ പറഞ്ഞു, സാർ ഇത് നമ്മുടെ പ്രൊഡക്റ്റ് കുട്ടികളില്ലായ്മയ്ക്കോ അല്ലെങ്കിൽ ഡയബറ്റീസ് മാറ്റുന്നതിനോ അല്ലെങ്കിൽ പൈൽസ് മാറ്റുന്ന സാധനമോ അല്ല. നമ്മുടെ പ്രൊഡക്റ്റ് ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. എന്നാലും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മുടെ കോന്നിയിലുള്ള ദിലീപ് സാറിന്റെ മോളുടെ പേര് ഗാനോഷി എന്നാണ്. അന്ന, വേറൊരു എറണാകുളത്തുള്ള ഒരു പെങ്കൊച്ചിന്റെ പേര് അന്ന മറിയ ഗാനോഷി എന്നാണ്. ഗാനോഷി എന്ന് പറഞ്ഞാല് DSN കമ്പനിയുടെ പേസ്റ്റിന്റെ പേരാണ്. ഇന്നലെ വിഷുവിന്റെ എനിക്ക് ആശംസ ദിലീപ് സാർ അയച്ചപ്പോ ആ ദിലീപ് സാറിന്റെ പേരും ഭാര്യയുടെ പേരും ഗാനോഷി മോളുടെ പേരുമാണ് അവരുടെ പേരാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇന്ന് ആ കൊച്ചിപ്പം 18 വയസ്സായി, എന്നിട്ട് ആ ഗാനോഷി എന്നുള്ള പേരിലാണ് ആ കുട്ടി അറിയപ്പെടുന്നത്. അപ്പോ ഇന്ത്യയിൽ മൊത്തം 10,000-കണക്കിന് പേർക്ക് കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ നാസർബായിക്ക് ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, DXN എന്ന് ടൈപ്പ് ചെയ്യുക, ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക DXN, എന്നിട്ട് ഇന്റർവ്യൂ വിത്ത് ഫാത്തിമ ഖാനി ആൻഡ് അസ്മ മുനീർ അത് അടിക്കാൻ പറഞ്ഞു. അതായത് അസ്മ മുനീർ എന്ന് പറഞ്ഞിട്ടുള്ള പാകിസ്ഥാനി ഗൈനക്കോളജി അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബഹ്റൈനില് വലിയൊരു ഹോസ്പിറ്റലിലെ ഹെഡ് ആയിട്ടുള്ള അസ്മ മുനീർ DXN പ്രൊഡക്റ്റ് ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റി കേസ്. അപ്പോ ഒരു മെഡിക്കൽ ടേം അറിയാവുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അവർ പറയുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ശേഷം ഇവരുടെ പ്രശ്നം അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാനാണ് ഞാൻ നാസർബായിനോട്. നിർബന്ധിക്കരുത്, ഇതിനെക്കുറിച്ചുള്ള ഈ അവയർനെസ് കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, സാർ ആ ലിങ്ക് ഒന്ന് ഇടാൻ പറ്റുമോ? ഞാൻ ആ ലിങ്ക് യൂട്യൂബിൽ കിടപ്പുണ്ടെന്നാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. ആ ലിങ്ക് അയച്ചു കൊടുത്തു. ഞാൻ അതിന് മുമ്പേ തന്നെ പല പ്രാവശ്യം ഈ ലിങ്ക് കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനി ഗൈനക്കോളജി അസോസിയേഷന്റെ പ്രസിഡന്റായ UK-യിൽ നിന്നൊക്കെ ബിരുദം എടുത്തിട്ടുള്ള ഒരു 10-20 കൊല്ലത്തോളം ഗൈനക്കോളജി പ്രാക്ടീസ് ചെയ്ത ഡോക്ടർ അസ്മ മുനീർ എന്ന DXN ഒരു, എനിക്ക് തോന്നുന്നു ട്രിപ്പിൾ ഡയമണ്ടോ എക്സിക്യൂട്ടീവ് ട്രിപ്പിൾ ഡയമണ്ടോ മറ്റോ ആണ്. ഭാഗ്യവശാല് ബഹ്റൈനിൽ വെച്ച് ആദ്യമായിട്ട് DXN പറയാൻ അവസരം, DXN ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്. എന്റെ ടീമിലൊന്നും അല്ല അവരുള്ളത്, അവർ വേറെ ടീമിലാണ്. ഞാൻ 30ാമത്തെ ആനിവേഴ്സറിക്ക് മലേഷ്യയിൽ പോയപ്പോ ഓടി വന്നു എൻ്റെ അടുത്ത് സിറാജ് ബ്രദർ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിന്റെ ഇടയിൽ ഓടി വന്നു. ഒരു വളരെ തസ്ബീഹ് ജപമാലയൊക്കെ കൈ പിടിച്ചിട്ടുള്ള, എപ്പോഴും ബുർക്ക ഇടുന്ന, നമ്മൾ നോക്കിയാൽ മതി യൂട്യൂബിൽ പോയിട്ട് DXN ഡോക്ടർ അസ്മ മുനീർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ആധികാരികമായിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ പാടില്ല. അതാണ് അതിന്റെ കാരണം.
അപ്പോ ഇനി ഇവിടെ ഇന്ത്യയിൽ നോക്കിയാല് അമുദ കലാവല്ലി, ഡോക്ടർ അമുദ കലാവല്ലി, അവര് ശരിക്കും മധുരയിലെ ഒരു ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് നടത്തുന്ന ഡോക്ടർ. നമുക്ക് വേണമെങ്കിൽ ഇവരുടെയൊക്കെ പ്രോഗ്രാം ഞാൻ തീർച്ചയായിട്ടും ഞാൻ രാജു സാറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അമുദ കല്ലാവല്ലി ഒരു പ്രാവശ്യം ഒരു MHMS പ്രോഗ്രാമിൽ നമുക്ക് കൊണ്ടുവരാം. അമുദ കല്ലാവല്ലി എന്നോട് സംസാരിച്ചത് ഹസ്ബൻഡ് ചെന്നൈയിലെ ഒരു ഹൈക്കോടതിയിലെ മറ്റോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് ആണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ്, കൊറോണയ്ക്ക് മുമ്പ് എറണാകുളത്ത് നടന്ന പ്രോഗ്രാമിൽ ഇവർ രണ്ടുപേരും സ്പെഷ്യൽ ക്ഷണിതാക്കളായിരുന്നു. എറണാകുളത്ത് നടന്ന വലിയ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോ ഡോക്ടർ അമുദ കല്ലാവല്ലി ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്, മാത്രമല്ല ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ സ്വന്തമായി നടത്തുന്നവരാണ്. അവരൊക്കെ പറയുന്നത് അവർ കൊടുത്തിട്ടുള്ള പലർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് കാണാം, അവരുടെ സജഷനൊക്കെ നമുക്ക് ഇതിലൂടെ ചോദിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 4-ാം തീയതി ലോക ക്യാൻസർ ദിനമാണ്. കോട്ടക്കൽ ആയുർവേദശാല സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ അവിടെയുള്ള ഒരു ഡോക്ടർ പറയുണ്ടായി, ഡോക്ടർ മുരളി എന്നാണ് ഡോക്ടർ ഹേമചന്ദ്രനാണ് എന്നെ അതിൽ ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണ്, ഞാനൊരു സ്പീക്കറൊന്നും അല്ലായിരുന്നു. അവിടുത്തെ വലിയ കോട്ടക്കൽ നടത്തുന്നത്. അപ്പൊ അതിൽ ഡോക്ടർ പറയാണ്, ബൈ 2030 4 പേരിൽ ഒരാൾക്ക് ക്യാൻസർ വരാൻ സാധ്യത, ലോക ക്യാൻസർ ദിനമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള അസുഖം വരാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കെമിക്കലിന്റെ അളവുകൾ കൂടുതലാണ് എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്താണ് ഒരു വഴി? അവിടെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകളിലേക്ക് നമ്മൾ വരിക. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് DXN. 93 തുടങ്ങി ഇന്ന് ഏകദേശം 196 കൺട്രിയിൽ വ്യാപിച്ച് പന്തലിച്ചു വളർന്നിരിക്കുക. പടർന്ന് പന്തലിച്ച ഒരു വലിയ സംഭവം. അപ്പൊ ഇവിടെ നമുക്ക് ഇല്ലാത്തതും നമ്മൾ പ്ലാൻ ചെയ്യുന്ന നമുക്കൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോ ആ തരത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ DXN-ലൂടെ നിങ്ങൾക്ക് ഒരു ജെനുവിൻ ക്വാളിറ്റി പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഈ 4 പോയിന്റ്. ഒന്നും കൂടി ഞാൻ പറയാം. പോയിന്റ് നമ്പർ 1, യു ക്യാൻ ഇൻക്രീസ് യുവർ ടൈം ലിവറേജ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ടൈം ലിവറേജ് കൂട്ടാൻ പറ്റും. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു റെസിജ്വൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്കിപ്പോ ഞാൻ റെസിജ്വൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ, ഞാൻ 10-600 വാടകയിൽ നിന്നും മാറി 1 ലക്ഷം രൂപ പണയത്തിന് ഒരു വീടെടുത്ത് താമസിക്കുമ്പോൾ ആ വീട്ടിലേക്ക് എൻ്റെ ഫ്രണ്ട് ആലപ്പുഴയിലുള്ള ഫ്രാങ്കോ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ റെപ്പായിട്ടുള്ള ഹഫ്സൽ എന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ, ഞാൻ ആ വീടിന്റെ ബാത്റൂമിൽ ബാക്ക് സൈഡിൽ തെന്നിക്കിടക്കുന്ന ബാത്റൂമിന്റെ അടുത്ത് എന്നെ വൈഫ് വിളിച്ചു പറഞ്ഞു, അഫ്സൽ ഒരിക്കൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തിരിയല്ലോ, എന്റെ കാല് തെന്നി ക്ലോസറ്റിൽ പോയി. എന്റെ കാലിന്റെ കുതിഞ്ഞരമ്പ് പകുതി വിട്ട് കട്ടായി. ഞാൻ അങ്ങനെ അവിടെ ബോധമില്ലാതെ വീണ് കിടക്കുമ്പോൾ എന്റെ വൈഫ് അഫ്സലിനെ വിളിച്ചുകൊണ്ടുവന്ന്, അഫ്സൽ മെഡിക്കൽ റെപ്പ് ആയതുകൊണ്ട് എന്റെ കാല് കംപ്ലീറ്റ് ഇങ്ങനെ വെച്ച് കെട്ടി ഞാൻ പിന്നെ ബോധം വരുമ്പോ ഞാൻ എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലില് ഇരു സൈഡിലും ഡോക്ടർമാരും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. കണ്ണു തുറന്നു നോക്കും, എന്റെ കുതിഞ്ഞരമ്പിന്റെ ഞരമ്പ് ഇത്തിരി വിട്ടാൽ കംപ്ലീറ്റ് വിട്ടുപോകും. ബാക്ക് സൈഡില് ടെൻഡൻ കട്ടായി പോയി. അപ്പോ ഞാൻ ഡോക്ടറോട് കണ്ണു തുറന്നപ്പോ ചോദിച്ചു, സാറേ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുമെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. എന്റെ കാല് പോയല്ലോ, എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു. നടക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നാണ് എന്നോട് അന്ന് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഞാൻ വയ്യാണ്ട് കിടക്കുമ്പോ 6 മാസത്തോളം ഞാൻ കിടപ്പായി പോയി. പ്ലാസ്റ്റർ ഇട്ടു, അവിടെ സ്റ്റിച്ച് ചെയ്തു. ആ സമയത്തൊക്കെ എന്റെ ഇൻകം 40,000 രൂപ 47,000 രൂപയൊക്കെയാണ് എന്റെ ഒരു മാസത്തെ വരുമാനം. അപ്പൊ ഞാൻ എന്റെ വീടിന്റെ അടുത്ത് ഒരു 6 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വന്നു. അപ്പൊ ആ വീടൊന്ന് മേടിക്കാന്ന് പ്ലാൻ ചെയ്യുമ്പോഴാണ് ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു സുരേഷ്, അദ്ദേഹം HDFC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവനെ വിളിച്ചു. അപ്പൊ അവൻ വന്നു, എന്റെ വീട്ടിൽ വന്നു. എന്റെ അടുത്ത് പറഞ്ഞു, സിരാജ് ഭായ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് തരാൻ പറ്റുമോ, ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഞാൻ കൊടുത്തു. അപ്പൊ അവൻ നോക്കും 47,000, 52,000, 56,000. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, നീ ഇങ്ങനെ കിടന്നാലും ഈ ഇൻകം കൂടി വരുമോ? ഞാൻ പറഞ്ഞു, കുറെ പേര് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞ സുരേഷ് ഇന്ന് എന്റെ ഡയമണ്ട് ആട്ടോ. സുരേഷിന്റെ ഡയമണ്ടാ. കാരണം സുരേഷിന് മനസ്സിലായി ഈ റെസിജ്വൽ ഇൻകം വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കൂടി വരും. അങ്ങനെ ആ ഒരു 4 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഞാനൊരു 8-9 ലക്ഷം രൂപയുടെ ഒരു വീട്, 6-7 ലക്ഷം രൂപയുടെ ഒരു വീട് വാങ്ങിച്ചു. പിന്നെ അത് കൊടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഒരു കോടിക്ക് അടുത്ത് വരുന്ന. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് രണ്ടാമത്തെ പോയിന്റ് റെസിജ്വൽ ഇൻകത്തിന്റെ പവർ കൊണ്ടാണ്. എന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ആക്റ്റീവ് ആകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും ഇൻകം കിട്ടുമെന്നുള്ള രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് ഞാൻ വന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞു, എന്താണത്? നിങ്ങൾക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇല്ലേ? യു ക്യാൻ ഹെൽപ്പ് ലോട്ട് ഓഫ് പീപ്പിൾ. ഒരുപാട്, അതെ, ദീപ് എന്തോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെ? അതാണ് മൂന്നാമത്തെ പോയിന്റ്. അതാണ്. അപ്പൊ നല്ല പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യണം. നമുക്ക് കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന 95% ഒരു സോപ്പ് മാത്രം, ഒരു സോപ്പിന്റെ മുകളിൽ സോപ്പ് എന്ന് എഴുതണമെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ BIS
ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്ന ഒരു റെഗുലേഷൻ ഉണ്ട്. ആ സോപ്പ് 60% കൊഴുപ്പുണ്ടാവണം. 60% കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമാണ് അതുപോലെ സോപ്പ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. മാർക്കറ്റിലുള്ള 95% സാധനവും സോപ്പല്ല. ഞാൻ ഇന്ന് മീറ്റിംഗിൽ എറണാകുളത്ത് കാണിച്ചു, ലോകത്തെ ഏറ്റവും വില കൂടിയ സോപ്പിന്റെ പേര് ഖത്തർ റോയൽ സോപ്പ് എന്നാണ്. ഖത്തർ റോയൽ സോപ്പ് $3800. ഞാൻ ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു ഇവരെ കാണിച്ചെന്ന് തോന്നുന്നുണ്ട്. $3800. 3800 ഇൻറ്റു 70 കൂട്ടിയാൽ 22,420 രൂപ വില വരും ഒരു സോപ്പിന്റെ വില. സോറി, 2 ലക്ഷത്തിന് മേലെ വില വരും ഒരു സോപ്പ്. 2.5 ലക്ഷം രൂപ വരും സോപ്പ്. 3800 ഇൻറ്റു 70 എന്ന് പറയുമ്പോൾ 2,66,000 രൂപ വരും. 150 ഗ്രാം ഖത്തർ റോയൽ സോപ്പ്. നെറ്റിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും അതിന്റെ പടം. അപ്പോ സ്കിന്നിന്റെ മുകളിൽ, ശരീരത്തിലെ സ്കിന്നിന് അത്രയും വാല്യൂ കൊടുക്കുമ്പോൾ അതൊന്നും അറിയാതെ രാവും പകലും 2 നേരവും നമ്മൾ ശരീരത്തിലോട്ട് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൾപ്പെടുന്ന കെമിക്കൽ ചേർന്നിട്ടുള്ള ഈ സാധനം പൂശിക്കൊടുക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയത്. ദൈവം നമ്മുടെ സ്കിന്നിന് ഒരു pH വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്. pH എന്താന്നൊക്കെ വലിയ ക്ലാസ്സുകളാണ്. pH വാല്യൂ 4.5 to 6.5 ആണ് നമ്മുടെ സ്കിന്നിന്റെ pH. 4.5 to 6.5 സ്ലൈറ്റ്ലി അസിഡിക് ആണ് നമ്മുടെ സ്കിൻ. എന്തിനാ സ്കിൻ ഇങ്ങനെ വെച്ചിരിക്കണേന്ന് അറിയാമോ? നമ്മളൊരു വഴി കൂടെ നടന്നു പോയപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആള് ഹാക്ഷി എന്ന് പറഞ്ഞ് തുമ്മി. ആ തുമ്മുമ്പോ വന്ന് വീഴുന്ന അണുക്കളും മറ്റു കാര്യങ്ങളും പൊടിയിലൂടെ അവിടെ വന്നാൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷനാണ് തന്നിരിക്കുന്നത് ദൈവം. നമ്മുടെ സ്കിന്നിന്റെ pH 4.5 to 6.5 ആണ് വെച്ചിരിക്കുന്നത്. അസിഡിക് ഫോമാണ്. ആൽക്കലൈനിലേക്ക് വരണമെങ്കിൽ 7 കഴിയണം. അപ്പോ ആ സ്ഥലത്താണ് നമ്മൾ രാവിലെ വൈകുന്നേരം കെമിക്കൽ പൂശി കൊടുക്കുക. നമ്മൾ ഈ പോസ്റ്റിൽ കൂടെ, അതായത് അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ഒരു നെഫ്രോളജി കോൺഫറൻസിൽ 2 മുതൽ 7% ആളുകൾക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടാകുന്നതിന്റെ കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കെമിക്കലുകളാണ്. പ്രത്യേകിച്ച് സോപ്പ് എന്ന വ്യാജേന ഉപയോഗിക്കുന്ന ബാത്തിങ് ബാറുകളൊക്കെ. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു, നിങ്ങൾക്ക് ഒരു യുണീക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. നമുക്കൊരു സോപ്പ് ഉണ്ട്, ഗ്രേഡ് 1. ആ സോപ്പിന്റെ TFM ടോട്ടൽ ഫാറ്റി മാറ്റർ 76%. ഗ്രേഡ് 1 ആണ്. 75-80 ഉണ്ടെങ്കിൽ TFM 75-80 ഉണ്ടെങ്കിൽ അത് ഗ്രേഡ് 1 ആണ്. 70-75 ആണെങ്കിൽ ഗ്രേഡ് 2. 60 മുതൽ 70 വരെ TFM ഉണ്ടെങ്കിൽ ഗ്രേഡ് 3 ആണ്. മാർക്കറ്റിൽ കിട്ടുന്ന പലതും ഗ്രേഡ് 3 സോപ്പുകളുണ്ട് നമ്മുടെ മാർക്കറ്റിൽ. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഗ്രേഡ് 1 ആണ്. 4 ഇൻഗ്രീഡിയന്റ് അതിലുള്ളൂ. ഒന്ന് സോഡിയം പാമേറ്റ്. സോഡിയം പാമേറ്റ് എന്ന് പറഞ്ഞാല് സോഡിയവും പാം ഓയിലും കൂടി മിക്സ് ചെയ്യുന്ന ആ കെമിക്കലി അതിനൊരു പേരുണ്ട്. സയന്റിഫിക്കലി അതിനെ പറയുന്നത് സാപ്പോണിഫിക്കേഷൻ എന്നാണ്. എന്താണ് സാപ്പോണിഫിക്കേഷൻ? ആ പ്രോസസ്സിനെ വിളിക്കുന്നത്. അപ്പൊ സോഡിയം പാമേറ്റും, രണ്ടാമത്തത് കരയാൻ വേണ്ടി കണ്ണിലിട്ടിരുന്ന ഗ്ലിസറിനും, മൂന്നാമത്തത് ഫ്രാഗ്രൻസ് അഥവാ മണവും, നാലാമത്തത് ഗാനോഡർമ എക്സ്ട്രാക്ട്. 4 ഇൻഗ്രീഡിയന്റ് കൊണ്ടാണ് നമ്മുടെ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രേഡ് 1 സോപ്പാണ്. അപ്പോ ഈ സോപ്പ് ഒരാൾ ഉപയോഗിക്കുമ്പോൾ, ഈ സോപ്പ് ഉപയോഗിച്ച അയാളുടെ സ്കിന്നിന് വളരെ സന്തോഷം കിട്ടിയാൽ, നല്ല സുഖം കിട്ടിയാൽ, അയാൾ ആ സോപ്പ് മാത്രമല്ല പിന്നെ പേസ്റ്റിലേക്ക് വരും. പേസ്റ്റും സോപ്പും നല്ലതാണെങ്കിൽ അടുത്തത് ഉപയോഗിക്കും. അങ്ങനെ ഈ കമ്പനിയുടെ ഒരു ക്വാളിറ്റി കൺസ്യൂമർ ആയിട്ട് അയാൾ മാറുക ചെയ്യാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള അന്താരാഷ്ട്ര തലത്തിൽ യൂസ് ചെയ്യുന്ന കുറെ നല്ല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാനുള്ള അവസരം. 4ാമത്തെ പോയിന്റ് ആണ് ദേവ് പറഞ്ഞ പോലെ, നമുക്ക് ആളുകൾ എന്ത് ചെയ്യാം, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാം. ഡിഫറെന്റ് ഫോം. ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലർക്ക് സാമ്പത്തികപരമായ പ്രശ്നങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഇന്നത്തെ നിലയിൽ, ഇന്നത്തെ ലെവലിൽ അടുത്തൊരു 5 കൊല്ലവും കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്നത്തെ ജീവിത നിലവാരത്തിലെങ്കിലും നമുക്ക് 5 കൊല്ലം കഴിഞ്ഞ് ജീവിക്കണമെങ്കിൽ നല്ലൊരു വരുമാനം ആവശ്യമാണ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഹലോ, എന്നൊക്കെ തീർച്ചയായിട്ടും ഇന്നത്തെ നിലയിൽ, അതായത് അമർത്യ സെൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അന്താരാഷ്ട്ര അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നൊബൽ പ്രൈസ് ഓറിയന്റ് ആണ്. ഏതില്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബൽ പ്രൈസ് കിട്ടിയ ആളാണ് അന്താരാഷ്ട്ര തലത്തില്. അമർത്യ സെൻ എന്നാണ് പേര്. അദ്ദേഹം പറയുന്നത് 1920 കാലഘട്ടത്തില് 20 വർഷം കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ വലിയൊരു, നിങ്ങൾ നെറ്റിൽ പോയി നോക്കി അദ്ദേഹത്തിന്റെ വലിയ വലിയ കാര്യങ്ങൾ. അമർത്യ സെൻ പറയുന്നത് 1920 ഒരു കുടുംബത്തിന് ജീവിക്കാൻ 1 രൂപ മതി. 1 രൂപ ഇന്ത്യൻ റുപ്പീസ്. ഒരു സമയത്ത് ഡോളറിന്റെ വില ഇന്ത്യൻ റുപ്പീസിനേക്കാൾ കുറവായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ GDP ഒക്കെ 27 ആയിരുന്നു പറയാം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, GDP. ഇന്ന് നമ്മുടെ വിലയൊക്കെ പോയി, അതുപോട്ടെ. അപ്പൊ 1920 ഒരു കുടുംബത്തിന് ജീവിക്കാൻ 1 രൂപ മതി. വീണ്ടും ഒരു 20 വർഷം കഴിഞ്ഞ് 1940 ആയപ്പോ 10 രൂപ വേണം. ഒരു പൂജ്യം ഇട്ടാൽ മതി. വീണ്ടും 20 കൊല്ലം 1960 ആയപ്പോ 100 രൂപ വേണം. 1980 ആയപ്പോ 10,000 രൂപ വേണം. സോറി, 1000 രൂപ വേണം.
2000 ആയപ്പോ 10,000 രൂപ വേണം. 2020 ആയപ്പോ ഒരു 0 ചേർത്ത് 1 ലക്ഷം രൂപ വേണം. 2040 ആവുമ്പോ 10 ലക്ഷം. ഏതുപോലെ 920 1 രൂപ കൊണ്ട് ജീവിച്ചിരുന്ന നിലവാരത്തിൽ ജീവിക്കാൻ 2040 ആവുമ്പോ നമുക്ക് 10 ലക്ഷം രൂപ വേണം. അങ്ങനെയാണെങ്കിൽ 2030 ആവുമ്പോ പകുതിയായാലും 5 ലക്ഷം രൂപയെങ്കിലും വേണം. അങ്ങനെയാണെങ്കിൽ 2025 ആവുമ്പോ 2.5 ലക്ഷം രൂപയെങ്കിലും വേണം. അങ്ങനെ കിട്ടാൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് കിട്ടുക എന്നുള്ളത് കഴിഞ്ഞ 5 വർഷം പുറകോട്ട് നോക്കിയാൽ മതി. കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങൾ അല്ലെ 10 വർഷം പുറകോട്ട് നോക്കിയാൽ മതി. കൂടാനായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. അവിടെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമറെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ബോൾ അവർക്ക് കൊടുത്തുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര ലോകം മുഴുവൻ ഒരു വീട്ടിലിരുന്നുകൊണ്ട് ഒരു ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന അപാരമായ ഒരു സാധ്യതയുള്ള ഒരു മെക്കാനിസത്തിലാണ് നമ്മൾ ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട 4 പോയിന്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പ്രവർത്തനത്തില് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഫിയർ ഓഫ് റിജക്ഷൻ. നിങ്ങൾ ഇത് ആരോടെങ്കിലും പറയുമ്പോൾ ആളുകൾ നിങ്ങളെ റിജക്ട് ചെയ്യും. ആ റിജക്ഷൻ എത്രമാത്രം താങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് നിങ്ങളുടെ വിജയത്തെ തീരുമാനിക്കുന്നു. ഒരാൾ വേണ്ടാന്ന് പറയുമ്പോ 10 പേര് വേണ്ടാന്ന് പറയുമ്പോ 100 പേര് വേണ്ടാന്ന് പറയുമ്പോ എനിക്കറിയാം ഇവിടെ ദീപയോ റിജോയോ ഒരിക്കലും തളരില്ല. എന്താ കാരണം വെച്ചാല് അവർക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള പവർ നന്നായി അറിയാം. ഒരു കഥ പണ്ട് കേട്ടത് ഓർക്കുകയാണ്. ഒരു പട്ടി ഇങ്ങനെ പോവാ, അതിന്റെ മുമ്പിൽ ഒരു മുയൽ ഓടി. ഈ പട്ടി ആ മുയലിന്റെ പുറകെ ഓടി. പട്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും മുയൽ ജീവനും വേണ്ടിയാണ് ഓടിയത്. ഓടി 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 ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ മുയൽ ഒരു മാളത്തിന്റെ ഉള്ളിൽ കയറി. അതിനുള്ളിൽ കയറി പുറത്തേക്ക് ഇടയ്ക്ക് വന്ന് നോക്കും. പട്ടി അവിടെ നിൽക്കുക, ഉമ്മർ കുരക്കുന്നുണ്ട്. ഈ പട്ടി മാളത്തിലേക്ക് നോക്കി കുരക്കുന്നത് കണ്ടപ്പോ വേറെ കുറെ പട്ടികൾ ആ പരിസരത്തുള്ളവരൊക്കെ വന്നു. അവർ കൂടെ കുരക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരം കുറച്ച് കഴിഞ്ഞപ്പോ ഓരോരുത്തരുടെയൊക്കെ കവിള് വേദന എടുത്തപ്പോ ഓരോരാവോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പോകാൻ തുടങ്ങി. പക്ഷെ ഒരു പട്ടി മാത്രം പോയില്ല. എന്താ കാര്യം? ആ പട്ടിക്ക് മാത്രം അറിയാം ഇതിനകത്ത് എന്തുണ്ട്, മുയലുണ്ടെന്ന്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പലപ്പോഴും അറിയാം ദീപ എന്ന് പറഞ്ഞ വ്യക്തി അനുഭവിച്ച, റിജോ അനുഭവിച്ച, അതല്ലെങ്കിൽ കോട്ടയത്തെ നമ്മുടെ ഡിവൈഎസ്പി ആയിരുന്ന രാജീവ് സാർ അനുഭവിച്ച ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും എത്രത്തോളം വലുതാണെന്നുള്ളത് അവരുടെ കുടുംബത്തിലോ അവരോ അനുഭവിച്ച് അവരൊരു ആശുപത്രിയുടെ ബെഡിൽ കിടക്കുമ്പോഴും ഓരോ ഡോക്ടർ ഓരോ തരത്തിലുള്ള ടെസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുമ്പോഴും അവരുടെ ജോലിയിൽ നിന്ന് മാറിക്കൊണ്ട് ഇത് എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചിന്തിക്കുമ്പോഴും ആ എന്താ പറയുക ഇതികർത്തവ്യ മൂഢനായിട്ട് ഒരു സ്ഥലത്ത് കിടക്കുമ്പോ മലന്ന് കിടന്ന് ദൈവമേ ഫാൻ മാത്രം കറങ്ങുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ശാരീരിക പ്രശ്നത്തിന് ഈ ചെറിയ പ്രൊഡക്റ്റ് ഒരാൾ പറഞ്ഞു കൊടുത്തപ്പോ ദീപക്ക് കിട്ടിയ അജീവനന്തമായ റിസൾട്ട്, അത് ഉള്ളിലുള്ളിടത്തോളം കാലം ഒരാൾ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ദീപ മാനസികമായിട്ട് നിരാശൻ, റിജക്ഷൻ തന്ന ആവത്തില്ല, സിറാജ് ആവത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പ്രക്രിയയിൽ ഡയറക്റ്റ് സെല്ലിംഗിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ ഒരു ദിവസം പുതിയതായി 1-2 പേരോടെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കണം. നിങ്ങളില്ലെങ്കിൽ നിങ്ങളത് അതായത് പഴയ ആളുകളോടല്ല, പുതിയ ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഈ ഒരു സംഭവത്തെ കുറിച്ച്. ആരാണ് കറക്റ്റായ ആളെന്ന് നമുക്ക് അറിയത്തില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അത് പറഞ്ഞുകൊണ്ടിരിക്കുക. സിറാജും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫർദർ ആയിട്ടുള്ള പ്രോഗ്രാംസിൽ പറയും. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട, ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും ഈ മഹത്തായ പ്രസ്ഥാനത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് സന്തോഷം പകരുന്ന ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാക്സിമം ആളുകളോട് ഇതിനെക്കുറിച്ച് പറയാനും, ആളുകൾ സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി കൃത്യമായി, അതായത് പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ട തലത്തിൽ പറയേണ്ട ശബ്ദത്തിൽ പറയാൻ നിങ്ങൾക്ക് പറ്റിയാൽ, പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ പറ്റിയാൽ ഗ്യാരണ്ടി ആയിട്ടും ഇതിലൂടെ വിജയിക്കാൻ പറ്റും. അങ്ങനെ വിജയിക്കാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, കഴിഞ്ഞുപോയ ഈസ്റ്ററിന്റെയും കുറച്ച് തീർക്കാനുണ്ട്, കഴിഞ്ഞുപോയ വിഷുവിന്റെയും കഴിഞ്ഞുപോയ പെരുന്നാളിന്റെയും നല്ല എന്താ പറയാ, ഇന്നലെ ആയിരുന്നല്ലോ വിഷുവിന്റെ കണിക്കൊന്നയൊക്കെ നമുക്കറിയാം. ഒരു മരത്തിന്റെ ശാപം കിട്ടിയ മരത്തിന്, ഒരിക്കലും പൂക്കാത്ത മരത്തിന് കണ്ണൻ അദ്ദേഹത്തിന് മാല വാരി എറിഞ്ഞപ്പോ എന്നൊക്കെ പറഞ്ഞ ഐതിഹ്യങ്ങളൊക്കെ ഞാൻ വായിച്ചപ്പോ എനിക്ക് തോന്നി സമ്പന്നമായ ഒരു കാലത്തെ സൂചിപ്പിക്കുമ്പോൾ മാരകമായ ശാരീരിക പ്രശ്നങ്ങൾ നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ
അതിൽ നിന്നൊക്കെ ഒരു പരിച പോലെ തടുക്കാൻ, വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് പരിചയ പോലെ നമുക്ക് ഒരു പരിചയത്തെ വെച്ച് നമ്മൾ തടുത്തു നിർത്താൻ ഈ മഹാപ്രസ്ഥാനത്തിലൂടെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാ നന്മകളും നിർത്തുന്നു. സന്തോഷം. താങ്ക് യു വെരി മച്ച്.